സുരാജ് ചേട്ടാ, കോളിവുഡിലേക്കുള്ള എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ട് എൻട്രി അടിപൊളിയായിരുന്നു. വിക്രം സാറ്, SJ സൂര്യ, അങ്ങനെ വലിയ കിടിലന്താര നിരകളോടൊപ്പം സ്ക്രീൻ ഷെയറിങ്ങിന് കിട്ടി. അതൊരു മഹാഭാഗ്യം. വീര ധീര ശൂര അതിൻ്റെ ഷൂട്ടിംഗ് തീർന്നിട്ടില്ല. നല്ല എക്സ്പീരിയൻസ് ആണ്. അരുൺകുമാറാണ് അതിൻ്റെ സംവിധാനം. അറിയാലോ, നമ്മുടെ സിത്തയുടെയൊക്കെ അതിൻ്റെയൊക്കെ. ഓക്കെ, ഇത് സൂചിപ്പിക്കുന്നത് സുരാജ് ചേട്ടൻ്റെ താരം വളർന്നിരിക്കുന്നു എന്നല്ലേ? തീർച്ചയായിട്ടും അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ തമിഴിലും അന്യഭാഷയിലൊക്കെ ഒന്ന് അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ അതിന് കറക്റ്റായിട്ട് ഒരവസരം കിട്ടിയത് ഇപ്പോഴായിരുന്നു. അത് മാക്സിമം നിങ്ങൾക്ക് ഒരു തരത്തിലും മോശം വരാതെ മാക്സിമം എൻ്റെ എല്ലാ എഫേർട്ടും ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ. ആസിഫ്ക്ക, ഇതില്ലേ ഈ ബോസ് എന്നുള്ള വിളി, അത് ശരിക്കും പറഞ്ഞാൽ ഡയലോഗിനെക്കാട്ടി കൂടുതൽ ബോസ് എന്നുള്ള വിളിയാണ് കൂടുതൽ. അപ്പൊ അത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നോ, അത് ആസിഫ്ക്ക കൈ നിട്ടതാണോ? ഇത് സാധാരണ മച്ചാനെന്നൊക്കെ വിളിക്കുമ്പോൾ അല്ല, അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. 100% സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എണ്ണം കൂടിയത് എന്റെ കയ്യിൽ നിന്നും പറ്റിയിട്ടുണ്ട്. പല സമയത്തും അത് ഡബിങ്ങിലൊക്കെ എണ്ണം കുറച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ആനിമൽ ഇറങ്ങിയത്. ഇങ്ങനെ പപ്പ 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 എന്നുള്ളത് എണ്ണി വന്നു. അപ്പൊ ലാസ്റ്റ് നിൽക്ക ബോസ് വേണേ കുറച്ച് കുറയ്ക്കാം. അത് സംസാരിച്ച് ആ ഫ്ലോ കിട്ടിയപ്പോ ആ ബോസ് എന്നുള്ള വിളിയിൽ ഒരു സുഖമുണ്ട്. എനിക്ക് ആ സുഖം ഇതിന് മുന്നേ കിട്ടിയത് മച്ചാനെ എന്നുള്ള വിളിയിലാണ്. ഞാൻ ആ വിളിയായിരുന്നു എല്ലാരെയും വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ തിയേറ്റേഴ്സിന് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ട്രെൻഡ് അത്. ഞാൻ തിയേറ്റർ വിസിറ്റ്സിന് പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോസെ കൂട്ടുകാര എന്ന് വിളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ വിളിയിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മള് സിനിമയിലെ പേര് ചോദിക്കാൻ രണ്ടുപേര് മറന്നു പോകുന്നത് ആ വിളി കാരണമാണ്. പ്രൊഡ്യൂസറോടാണ് ഇപ്പോൾ റിലീസ് ആയതിനു ശേഷം, അതായത് അനൂപ് മേനോൻ 2 ദിവസം മുന്നേ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. റിലീസ് ആയതിനു ശേഷം തിയേറ്ററിൽ 2 ദിവസത്തേക്ക് ആളെ കയറ്റുന്നൊരു പ്രക്രിയ. അപ്പോൾ അതിനോട് എന്താ പറയുക? അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ? അത് പുള്ളിയുടെ തന്നെ ചോദിക്കണം, എനിക്കറിയില്ല. അങ്ങനെ പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ അഭിപ്രായമല്ലേ, പുള്ളിയുടെ തന്നെ ചോദിക്കണം. ഓക്കെ.